ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് സ്പോയിലേഴ്സ് ആയിരിക്കും. അത് കാരണം സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാതിരിക്കുക. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് സ്പോയിലേഴ്സ് കണ്ട് സിനിമ കാണുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പോയിലേഴ്സ് കാണാൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാം. കാരണം മിക്കതും സ്പോയിലേഴ്സ് ആയിരിക്കും ഞാൻ പറയാം. അപ്പോൾ ഗോട്ടിനെ കുറിച്ചിട്ട് ഞാൻ 2 വീഡിയോയിലെല്ലാം പറയാനുള്ള മിക്ക കാര്യങ്ങളും ഞാൻ പറയും. ഇനി പറയാനുള്ളത് സ്പോയിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോയിലേഴ്സ് വീഡിയോ ആയിട്ടെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ. കാരണം മറ്റേ ആ ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. അപ്പോൾ ഇതിൽ മെയിൻ സംഭവം ഞാൻ പറയാം. ഈ കഥയില് ഒരു നായകൻ ഉണ്ടാകുമ്പോൾ ഒരു വില്ലൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വില്ലൻ ആരാണെന്ന് ഇന്നലെ തന്നെ റിവീൽ ചെയ്ത് വരും. ഇവരുടെ പോസ്റ്ററിൽ തന്നെ മനസ്സിലായി ആരാണ് വില്ലൻ. കാരണം തളപതി ഇളയ തളപതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി വിജയാണ്, തളപതിയാണ് ഇതിലെ ഹീറോ, ഇളയ തളപതിയാണ് ഇതിന്റെ വില്ലൻ എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് ആണ്, ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സിനിമയിൽ ഇന്റർവെൽ സീൻ എന്ന് പറയുന്നത് അതാണല്ലോ. കാരണം ഇന്റർവെല്ലിൽ എന്തോ വലിയ കാര്യമായിട്ടുള്ള സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് വെങ്കട്ട് പ്രഭു നമ്മളെ ഇളയ തളപതി ആയിട്ടുള്ള ആ യങ്ങർ ആയിട്ടുള്ള വിജയനെ പ്രസന്റ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള സർപ്രൈസ് എനിക്ക് തോന്നില്ല. കാരണം ഇത് വിജയാണ്, അതായത് യങ്ങർ ആയിട്ടുള്ള വിജയാണ് ഇത് ഫേസ് ഇങ്ങനെ കാണിക്കാതെ നിൽക്കുന്നതെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഒന്നാമത് ഫിസിക്കലി പോലും വിജയുടെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് കണ്ടാ അറിയാലോ. അതൊന്ന് ഇപ്പൊ മുഖം കാണിക്കാണ്ട് നിന്നാൽ നമുക്ക് ഇപ്പൊ ഇതൊന്നും കൊടുത്തില്ല, ഇപ്പൊ പോസ്റ്റേഴ്സ് പോലും കൊടുത്തില്ല എന്ന് വിചാരിക്കും. നമുക്ക് അങ്ങനെ സംശയിക്കാനുള്ള ആൾക്കാരെ പോലും തരുന്നില്ല. അങ്ങനെ സംശയിക്കാൻ ഇവൻ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഇവൻ തന്നെ ഇപ്പൊ പോസ്റ്റർ ഇറങ്ങിയില്ലെങ്കിൽ പോലും ആൾക്കാർക്ക് ഉറപ്പായിട്ടും പറയാം. ഇപ്പൊ ഇന്റർവെല്ലിൽ വരുന്ന ആ സംഭവം സർപ്രൈസ് ഒന്നും ഒരിക്കലും വർക്കൗട്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ഫെയിലിയർ ആയിരുന്നു ഇന്റർവെല്ല്. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഓരോ ഇതില് കുറെ ആൾക്കാർ ക്യാമിയോ വരുന്നുണ്ട്. ഇതില് മട്ട എന്ന് പറഞ്ഞ ആ ഒരു പാട്ട്, അതിൽ നമ്മളെ തൃശ്ശനെ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു പാട്ടില് ഒരു ഡാൻസർ ആയിട്ട് അതിൽ വരുന്നുണ്ട്. അപ്പോൾ തൃശ്ശനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പാട്ട് പോലെയാണ് എനിക്ക് മട്ട എന്ന് പറഞ്ഞ പാട്ട് വന്നത്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി മീനാക്ഷിനെ വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് തോന്നുന്നു മീനാക്ഷിന്റെ സിനിമയെ കാസ്റ്റ് ചെയ്ത്. അതേപോലെ തന്നെ തൃശ്ശക്ക് ഒരു തൃശ്ശയും വിജയും കൂടി ഒരു പാട്ട്, അതിൽ നമ്മുടെ ഗില്ലിയിലെ കുറെ റെഫറൻസ് ഉണ്ട്, പല സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ വിജയ് ഫാൻസിന് ട്രീറ്റ് ആണ്, ഓക്കെ സെറ്റ് സമ്മതിച്ചു. കാരണം അതിലെ ആ സ്റ്റെപ്പും ഇതെല്ലാം മറ്റേ അവരെ മൂവ്മെന്റ്സ് എല്ലാം സെറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അവർക്കൊരു പഴയ മെമ്മറീസ് ഒക്കെ വീണ്ടും റീതിങ്ക് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെയാണ്. ഓക്കെ സമ്മതിച്ച്. എന്നാൽ പോലെ ഇനി ആവശ്യമില്ല. കാരണം ഈ പാർട്ടി തന്നെ കംപ്ലീറ്റ് ഭാഗത്തൊന്നും തൃശ്ശയില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ തൃശ്ശ. അതൊരു സംഭവം. തൃശ്ശനെ ശരിക്കും കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായി എനിക്ക് തോന്നിയില്ല. പിന്നെ വരുന്ന വലിയൊരു ക്യാമിയാണ് ശിവകാർത്തികേയൻ എന്തിനാ ഇതിൽ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം ക്ലൈമാക്സിനാണ് ഈ ശിവകാർത്തികേയൻ വരുന്നത്. ഈ ഒരു IPL നടക്കുന്ന സമയത്ത് IPL കാണാൻ കുറെ സെലിബ്രിറ്റീസ് വരുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ശിവകാർത്തികേയൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് SK ആയിട്ട് തന്നെയാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അതില് പിന്നെ ഒരു സീൻ, ഇതിന്റെ വിജയ് ലാസ്റ്റ് ശിവകാർത്തികനോട് ആ സീൻ പറഞ്ഞു പോകുമ്പോ ഒരു ഇത് പറഞ്ഞുകൊണ്ട് നോക്കിക്കോണം എന്നുള്ള രീതിയിൽ, അത് ശരിക്കും പറഞ്ഞാല് ഈ സിനിമാറ്റിക് രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ അറിയാലോ വിജയാണ് നമ്മളെ കോളിവുഡിലെ ഏറ്റവും വലിയ ഒരു നിൽക്കുന്ന ഇപ്പൊ ഒരു സ്റ്റാർഡ് ഉള്ള ഒരു നടൻ, യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ നിൽക്കുന്നത്. അപ്പോ ആളിപ്പോ എന്തായാലും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാണ്. ഇനി 1-2 സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി ഇവരൊക്കെ നോക്കണം എന്നുള്ള അങ്ങനെ ഒരു രീതിയിൽ റെഫറൻസ് കൊടുത്തോലെ എനിക്ക് തോന്നി. അത് ആ സീൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ശിവകാർത്തികേനെയും തൃശ്ശനെയും രണ്ടാളെയും ക്യാമിയോട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അനാവശ്യമായ തല റെഫറൻസ് വെങ്കട്ട് പ്രഭുവിനെ എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. തല ധോണിയല്ല, നമ്മളുടെ അജിത്തിനാണ് ഉദ്ദേശിച്ചത്. കാരണം ഇതില് ധോണി റെഫറൻസും വരുന്നുണ്ട് കുറെ. കാരണം തല എന്ന് പറഞ്ഞാൽ തന്നെ ഏത് തല എന്നുള്ള കൺഫ്യൂഷൻ ആവും. ഇത് ധോണിയാണോ അതോ അജിത്താണെന്ന്. കാരണം ക്ലൈമാക്സ് ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമാക്സിൽ ഒരു CSK ട്രീറ്റ് ആണ്. കാരണം കംപ്ലീറ്റ് ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് ഫാനും ഒരു തളപതി വിജയ് ഫാനും രണ്ടും കൂടെ ആ ഒരു ആള് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവന് സംബന്ധിച്ച് സിനിമ ഗംഭീര ട്രീറ്റ് ആണ്. 3 മണിക്കൂർ അവൻ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ മൊത്തത്തിൽ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നടാ കിടു എന്നേ അവൻ പറയുള്ളൂ. അങ്ങനത്തെ രീതിയിൽ വെങ്കട്ട് പ്രഭു അത് ഡയറക്റ്റ് ചെയ്തു. അത് ആളുടെ കഴിവാണ്, അതില്ല ഞാൻ പറയുന്നില്ല. അതൊന്ന്. ഇനി ഇതിലെ സ്റ്റാർട്ടിങ്, അതായത് ഈ സിനിമയിൽ വിജയുടെ എൻട്രി തന്നെ ദൈവമേ, നമ്മളുടെ ഈ മിഷൻ ഇമ്പോസിബിളില് കൊണ്ടുവരാറില്ലേ പുള്ളിക്കാരനെ, നമ്മളെ ടോം ക്രൂസിന് എങ്ങനെ എൻട്രി കൊടുക്കണം ആ ഒരു രീതിക്കുള്ള കറക്റ്റ്, അതായത് കോപ്പി അടിച്ചെന്ന് പറയാൻ പാടില്ല, ഇൻസ്പയർഡ് എന്നാണല്ലോ പറയാ, ഇൻസ്പയർഡ് ചെയ്ത രീതിയിൽ വെച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു സീൻ കറക്റ്റ് മിഷൻ ഇമ്പോസിബിൾ സിനിമ ആണെന്ന് തോന്നി പോകും അങ്ങനത്തെ രീതിയിൽ. പക്ഷെ ആ സീൻ തന്നെ ഫെയിലിയർ ആയിരുന്നു. അതിനൊരു ആവശ്യം ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നിയില്ല. കുറച്ചുകൂടി നീറ്റായ രീതിയിൽ വിജയ്ക്ക് എൻട്രി കൊടുക്കായിരുന്നു. പിന്നെ വിജയുടെ ടൈറ്റിൽ കാർഡ് ഒരു രക്ഷയില്ല. കാരണം ലിയോയിലാണ് അവർ കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ടൈറ്റിൽ കാർഡ് ട്രൈ ചെയ്തത്. അത് ആരുടെ ഐഡിയ ആണെങ്കിലും സമ്മതിക്കുക. കാരണം വിജയുടെ ക്ലോസ് ആയിട്ടുള്ള കണ്ണിന്റെ അവിടെയുള്ള ആ ഒരു ഷോർട്സ് വെച്ചിട്ട് അവര് ആഫ്റ്റർ എഫക്ട് വെച്ചിട്ടുണ്ടാക്കിയ വീഡിയോ ആണ് അത് ആ ഒരു ടൈറ്റിൽ കാർഡായിട്ട് മാറിയിട്ടുള്ള. ഏകദേശം സെയിം സിമിലാരിറ്റി ആയിട്ടുള്ള കുറെ സംഭവം. അതായത് വിജയുടെ ഇതുവരെയുള്ള സിനിമകളിലെ പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്ത രീതിയിൽ ഇങ്ങനെ ആഫ്റ്റർ എഫക്ട്സ് ചെയ്ത് തന്നെ. പിന്നെ ആ സിനിമകളിലും തളപതി വിജയ് അല്ലെങ്കിൽ തളപതി വിജയ് ഇങ്ങനെ എഴുതിയിട്ടുള്ള ആ ഒരു
ടൈറ്റിൽ ഗ്രാഫിക്സോ അതിങ്ങനെ മൂവ് ചെയ്ത് വരുന്ന ഒരു ടൈറ്റിൽ പ്രോമോ ആയിരുന്നു. അതായത് തളപതി അതിന്റെ ട്രാക്കിന് ഒരിക്കലും മാറില്ല. ഇനിയിപ്പോ വിജയുടെ ഏത് അവസാന സിനിമ വരെ ഇതായിരിക്കും വിജയുടെ ആ ഒരു ടൈറ്റിൽ ട്രാക്ക്, തളപതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രാക്ക്. അപ്പോ അങ്ങനെ പക്ഷെ കുഴപ്പമില്ല എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും. പിന്നെ ഈ വെങ്കട് പ്രഭുവിന്റെ കുറച്ച് ഗ്യാങ് ഉണ്ട്. അതായത് വെങ്കട് പ്രഭുവിന്റെ അനിയൻ, പിന്നെ വെങ്കട് പ്രഭുവിന്റെ മുമ്പത്തെ സിനിമകളിൽ ഉണ്ടായ കുറെ ആൾക്കാരെ പുള്ളി മിക്ക ആളുടെ എല്ലാ സിനിമയിലും കാസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു കാര്യമില്ല, ചെറിയ റോള് ഇല്ല. ഇപ്പൊ വെങ്കട് പ്രഭുവിന്റെ അനിയന് ഇതിൽ ഒരു റോളില്ല. ഇതില് ഈ വിജയുടെ വൈഫിന്റെ ബ്രദറായിട്ടാണ് പുള്ളി ഇതിൽ റോൾ ചെയ്യുന്നത്. എന്തിനാ അങ്ങനെ ഒരു ക്യാരക്ടറിന് ആവശ്യമായില്ല. പുള്ളിന്റെ ക്ലൈമാക്സിൽ ഭയങ്കര എന്തോ ഒരു കാര്യമായിട്ടൊക്കെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഒഴിവാക്കായിരുന്നു വേണമെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറെ ക്യാരക്ടേഴ്സ് അനാവശ്യമായിരുന്നു ഇതിൽ. ഇപ്പൊ മീഡിയയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, കാരണം അജിത് ഫാനായ വെങ്കട് പ്രഭു എന്തോ പണി കൊടുത്തതെന്നൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെങ്കട് പ്രഭു തലനെ ട്രീറ്റ് ചെയ്ത രീതിയിലല്ല വിജയനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വിജയുടെ ഒരു ഫോർമാറ്റ് വേറെയാണ്. അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ലോകേഷാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വിജയനെ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള. ഇതിനു മുമ്പ് അറ്റ്ലിയായിരുന്നു, പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ലോകേഷാണ്. പക്ഷെ വെങ്കട് പ്രഭുവിനെ അങ്ങനെ നീറ്റായിട്ട് തളപതി എന്നുള്ള ഒരു രീതിയിൽ ആളുടെ പുതിയൊരു സിനിമയിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഫ്ലോപ്പ് ആയി പോയി ആ ഒരു കാര്യത്തിൽ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിനെക്കുറിച്ചും കൂടി എനിക്ക് പറയണമെന്ന് തോന്നി, കാരണം ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിവ്യൂ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ ഇത് സ്പോയിലേഴ്സ് ആയ കാരണം ഞാൻ ആ വീഡിയോയിൽ പറയുന്നതാണ്, അതാണ് സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൂടുതലായിട്ടൊന്നും പറയാനില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണത്. നിങ്ങൾക്ക് തിരിച്ചും ചിലപ്പോൾ തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കാം അതിൻ്റെ ഒരു നിങ്ങൾക്ക് തോന്നുന്നത്. എനിക്കിങ്ങനെയായിരുന്നു കോട്ട്, ഓക്കെ ആയിരുന്നു, ഒട്ടും മോശം തോന്നിയില്ല, പക്ഷെ ഒട്ടും നല്ലതാണെന്നും തോന്നിയില്ല. ഓക്കെ, ജസ്റ്റ് ആവറേജ് പോയിട്ട് കാണാൻ പറ്റുന്ന സംഭവം. കാരണം കൊടുക്കുന്ന പൈസക്കുള്ള ഇത് അത്യാവശ്യം കിട്ടുന്നുണ്ട് തിയേറ്ററിൽ നിന്നുള്ള, തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള മുതലുണ്ട് ശരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു സിനിമയുടെ ഒരു വിശേഷമായിട്ട് വരാം. ബൈ.